ഈ മലപ്പുറക്കാർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഓരതിനു വേണ്ടി മരിക്കാനും തയ്യാറാണ്. ഏത് സമയത്തും ഗ്രൗണ്ടിലുണ്ടാവും. എത്ര കഠിന വെയിലായാലും ഓല ഗ്രൗണ്ടിലുണ്ടാവും. ഓൽക്കൊരു രാജാവുണ്ട്. മലപ്പുറത്ത് ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരിക ഒരു ചിറിക്കണ മുഖമാണ്. ആരോടും ഈറില്ലാത്ത, എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഇന്ത്യൻ്റെ ഒരു ഡിഫൻഡർ ഉണ്ട്, കൊണ്ടോട്ടിക്കാരൻ അനസ് എടത്തൊടിക. ഞങ്ങൾക്ക് അനസ്ക്കാരന ജീവനാണ്. കാരണം എന്താ അറിയോ, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നമുള്ള ആളായിരുന്നു അനസ്ക്കൊക്കെ. എന്നിട്ട് ഓട്ടോറിക്ഷയൊക്കെ ഓടി എങ്ങനെയൊക്കെ, അതായത് അത്ര റിസ്ക് എടുത്ത് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്താമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ തന്ന വ്യക്തിയാണ് മലപ്പുറത്തിൻ്റെ ഈ കൊണ്ടോട്ടിൻ്റെ മുത്ത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും പാവമായിട്ടുള്ള അനസ്ക എന്ന വ്യക്തി, അനസ് എടത്തൊടിക എന്നുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഫുട്ബോളിൽ ഏറ്റവും ഗൗരവമേറിയ, അതായത് ഇത്രയും ഡിഫിക്കൽട്ടുള്ള, ഇത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു ഡിഫൻഡർ എന്ന പൊസിഷൻ കൈകാര്യം ചെയ്യണമെന്ന്. പലപ്പോഴും അനസ്ക എന്നുള്ള വ്യക്തി പുറത്ത് എത്ര സൗമ്യതയോടെ പെരുമാറുക, പുറത്ത് എന്ത് നല്ല മനുഷ്യനാണ്, പക്ഷേ ഗ്രൗണ്ടിലെത്തിയാൽ അനസ്ക വേറെ ലെവലാണ്. കാരണം എത്ര വലിയ എതിരാളികളായാലും ഒന്ന് വിറക്കാറുണ്ട് അനസ്കാനൊക്കെ കട്ട് ചെയ്ത് പോകാൻ. എനിക്ക് തോന്നണത് എന്താ അറിയോ, അനസ്ക അങ്ങനെയൊക്കെ കളിക്കാൻ കാരണം അനസ്കാൻ്റെ രക്തത്തിൽ ഓടുന്നത് മലപ്പുറം ഫുട്ബോളിൻ്റെ രക്തമാണ്. മലപ്പുറം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സെവൻസ് കണ്ടോൽക്ക് അറിയാം. അത് കൊന്നിട്ടാണെങ്കിലും ശരി, എന്താക്കിയിട്ടാണെങ്കിലും ശരി, കളി ജയിക്കണം എന്നുള്ളതാണ് പ്രധാനം. അനസ്ക ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സ്റ്റോപ്പറായിട്ട് ഇങ്ങനെ ബാക്കിൽ നിൽക്കുമ്പോൾ, ഇന്ത്യയുടെ പ്രതിരോധ കോട്ട ഇങ്ങനെ ജിങ്കൻ്റെ ഒപ്പം ഇങ്ങനെ കാക്കുമ്പോൾ എന്ത് രസമാണ് നമുക്ക് ആ കളി കാണാൻ. കാരണം ഞമ്മക്ക് തന്നെ ഒരു അഭിമാനമായിരുന്നു. അനസ്ക എന്നുള്ള വ്യക്തി ചിരിക്കുമ്പോൾ ഞമ്മക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരിക. ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ബുദ്ധിമുട്ടുകളും ഒരുപാട് ത്യാഗങ്ങളും ചെയ്യുന്നൊരു വ്യക്തി, അതായത് വീട്ടിലൊക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് മുന്നേറിക്കൊണ്ടിരുന്നൊരു വ്യക്തി, ഈ പ്രശ്നങ്ങളൊക്കെ അറയിലിട്ട് പൂട്ടി ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് വേണ്ടി ആ നീലക്കുപ്പായ അണിയുമ്പോഴുള്ള രസമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. സത്യം പറയാലോ, ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ ഈഗോ ഇല്ലാത്തൊരു മനുഷ്യൻ അത് അനസ് എടത്തൊടികയാണ്. അതിലൊന്നും ഒരു സംശയവുമില്ല. അതായത് അനസ്ക നാഷണൽ ടീമിലെത്താനും ISL, അതേപോലെ തന്നെ ISL ഒക്കെ തുടങ്ങാൻ വൈകി പോയോന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഈ കളി നമുക്കൊന്ന് TV കാണാൻ എത്ര കാലം കാത്തിക്കേണ്ടി വന്നു. ഇപ്പോഴും നാഷണൽ ടീമിലുള്ള കുറേ പ്ലേയേഴ്സ് പറയലുണ്ട് അനസ്കയാണ് ഓലെ ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കലെന്ന്. അതായത് പല യുവതാരങ്ങൾക്കും ടീമിലെത്തുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും, ഇതൊക്കെ സോൾവ് ചെയ്യാൻ അനസ്കാനെ കൊണ്ട് കയ്യിലുണ്ടെന്ന് പല യങ് പ്ലേയേഴ്സും പറയലുണ്ട്. നിങ്ങളെ മക്കൾക്കൊക്കെ ഫുട്ബോളർ ആകണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കാണിച്ചു കൊടുക്കേണ്ട വ്യക്തി അനസ്കാനാണ്. കാരണം എത്ര പ്രഷർ സിറ്റുവേഷനുകളും ചിറിച്ച് നിൽക്കാനും, അതേപോലെ തന്നെ വരുന്ന തലമുറക്ക് എങ്ങനെ ഒരു പ്രചോദനമാകണമെന്നും കാണിച്ചു കൊടുക്കാൻ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ നല്ലൊരു വ്യക്തി എന്ന് പറയുന്നത് അനസ്കയാണ്. അനസ്ക പലപ്പോഴും നാട്ടിലൊക്കെ വരുമ്പോൾ അനസ്കനെ മറക്കും ഞാൻ ഇന്ത്യൻ്റെ ഫുട്ബോളറാണെന്നൊക്കെ. അനസ്ക ആ പഴയ ഓട്ടോറിക്ഷക്കാരൻ്റെ പോലെ ഇപ്പോഴും നാട്ടിലൊക്കെ വന്നാൽ ആ നാട്ടിലൊക്കെ ഇറങ്ങി അവിടുത്തെ പാടത്തും അവിടെയൊക്കെ കളിച്ച് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിക്കാരനാണ്. അത്രയും സിമ്പിളാണ് മൂപ്പര്. ഇതാണ് അനസ്കനെ ബാക്കിയുള്ള ഫുട്ബോളേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. കേരള ഫുട്ബോളിന് നെഞ്ചും വിരിച്ച് തന്നെ പറയാം, കേരള ഫുട്ബോൾ സംഭാവന ചെയ്തതിൽ വെച്ച് നല്ലൊരു താരം തന്നെയായിരുന്നു അനസ് എടത്തൊടിക. തൻ്റെ രാജ്യത്തിനെ കാക്കാൻ വേണ്ടി തൻ്റെ ശരീരം പോലും മറന്ന് കളിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ നിരക്കാരൻ ഇനി എത്ര കാലമുണ്ടാകുമെന്നറിയില്ല. പക്ഷേ ഞങ്ങൾ കാത്തിരിക്കും അനസ് എടത്തൊടിക എന്ന ഞങ്ങളുടെ ഏട്ടന് വേണ്ടി, ഞങ്ങളുടെ ഇക്കാക്ക് വേണ്ടി. അനസ്ക, നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങളുടെ അഹങ്കാരമാണ്. വി സല്യൂട്ട് യു. താങ്ക് യു ഫോർ ദ മെമ്മറീസ്.